വീഡിയോ എടുത്ത് നന്നുകൊണ്ടാക്കാറുണ്ട്. അത് 3D കട്ടിക്കുത്തുന്നാണ് പറയുന്നത്. 3D വരുമ്പോൾ ഇങ്ങനെ അതിന് ജോലി എടുക്കൊന്നുമില്ല. ഇല്ലാത്തൊക്കെ വെച്ചെടുക്കുന്നു. ഒരുപാട് സിനിമകളിൽ ഓടി നടന്ന് അഭിനയിച്ച് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ജനപ്രിയ നായകൻ ബേസിൽ ജോസഫ്. ഹോംലി സ്റ്റാർ, ഫാമിലി സ്റ്റാർ എന്നുള്ളൊരു തിരുത്തുണ്ട്. ജനപ്രിയ നായകനല്ല അദ്ദേഹം. എല്ലാം ഞാൻ തന്നെ റൈറ്റർ വിശേഷിപ്പിച്ചതാണ്. ജനപ്രിയ നടൻ, ഹോംലി സ്റ്റാർ മതി. എല്ലാവർക്കും നമസ്കാരം. അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫോറമാണ് പരിപാടിയിൽ വാചാലനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി വീണ്ടും വാചാലനാവേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ടോബി ഈ പറയുന്ന ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഇത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗോതയിലും മിന്നൽ മുരളിയിലും ഇത്രയും പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഇങ്ങനെയൊക്കെ പണിയെടുക്കാറുണ്ട്. 3 റോളൊക്കെ ചെയ്യുന്നു, 3 കഥാപാത്രങ്ങളായി മാറുന്നു. അതിനു വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നതും. പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ്, കളരി അഭ്യസിക്കുന്നുണ്ട്, കളരി പഠിക്കുന്നു, അതിലൂടെ കുതിരസവാരി പഠിക്കുന്നു. അങ്ങനെ അതായത് പല 3 ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട്. അതെല്ലാം പോലെ വീഡിയോ എടുത്ത് നന്നുകൊണ്ടാക്കാറുണ്ട്. അത് 3D കട്ടിക്കുത്തുന്നാണ് പറയുന്നത്. 3D വരുമ്പോൾ ഇങ്ങനെ എന്ന് പറയുമ്പോൾ കണ്ണടക്കരുതായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഈ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവൻ ടോവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടോവിയുടെ ചേട്ടൻ അതിൻ്റെ സെറ്റിലുണ്ട്, ടിങ്സ്റ്റൺ ചേട്ടൻ. അദ്ദേഹം അതിൻ്റെ പ്രൊഡ്യൂസറാണ്. ഇന്ന് എവിടെയാണ്? ഇന്ന് UK എന്ന് പറയും. UK പ്രൊമോഷന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. പിറ്റേ ദിവസം ഇവനെ വിളിക്കുമ്പോൾ എവിടെയുണ്ട്? താമരശ്ശേരി. UK എന്ന് താമരശ്ശേരി എത്തി. എത്ര പെട്ടെന്ന് ഇവന് ഉറക്കമൊന്നുമില്ലേ? അത് ഒരു 10-25 ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രഷോ ഷോട്ടോ അടിച്ച് ഉറക്കമില്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്ക് ചേട്ടനും മാനേജറിനും വേണ്ടി ഓടി ഒപ്പം എത്താൻ പറ്റാത്തതുകൊണ്ട് അവർ ഷിഫ്റ്റ് എടുത്തിട്ടാണ് വെള്ളോട്ട് നടക്കുന്നത്. അതായത് ഒരു 5 ദിവസം എൻ്റെ കൂടെ പോകും, പിന്നെ അവർ മടുക്കുമ്പോൾ മറ്റേ ആളെ വിടും. അവർ ഷിഫ്റ്റ് എടുത്തുകൊണ്ട്. പക്ഷേ ഇവൻ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കരിങ്കല് പോലെ നിൽക്കുന്നുണ്ട്. കൂടാതെ സുരഭിയും. അപ്പോൾ അത്രയും എഫേർട്ട് എടുക്കുന്നത് ജനുവരിലി എനിക്ക് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഇത്ര എടുക്കൂല. എനിക്ക് എന്നെ കൊണ്ട് ഇനി നിന്റെ അവിടുത്തെ മരണമാസം ഇങ്ങനെ പ്രൊമോഷനൊക്കെ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാനൊന്നുമല്ലേ, എന്നെ കൊണ്ടൊക്കെ വയ്യ. കുറച്ചൊക്കെ ഇറങ്ങേണ്ടി വരും. നീയല്ലേ പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയും ഉറപ്പില്ലാതെ ഇന്ന് പ്രൊമോട്ട് ചെയ്യാൻ നിനക്കും പറ്റില്ല. അതാണ് നോക്കാം. അപ്പോൾ അത്ര എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം മുതൽ ഇതിൻ്റെ ആ തുടക്കം മുതലുള്ള ജേർണി മുതൽ 2016 മുതൽ ഇപ്പോൾ ഇന്ന് ഈ റിലീസിൻ്റെ തലേദിവസം വരെ ഇവിടെ വന്നിരിക്കുമ്പോൾ വരെ. ഇന്നിപ്പോൾ എവിടെ നിന്ന് നിങ്ങൾ വരുന്നത്? ഹൈദരാബാദ്, ബോംബെ ഇന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ബോംബെയിൽ രാവിലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ വെച്ച് 2 ഇന്റർവ്യൂ സെറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രൊമോഷൻ അതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. അപ്പോൾ ഇന്ന് നാളെ ഉണ്ടാവുന്നു അല്ലേ? അപ്പോൾ ഇനി അങ്ങോട്ടുണ്ട്. നാളെ റിലീസാണ്. ശരിയാണ്. പിന്നെ ഓണാഘോഷമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സക്സസ് സെലിബ്രേഷൻ ഉണ്ട് ദുബായ്. അപ്പോൾ ആ രീതിയിൽ ഇവർ ഇതിന് വേണ്ടിയിട്ട് മരിച്ചു നിന്നിട്ടുണ്ട്. ഈവൻ ഈസ്റ്റൻ ചേട്ടനാണെങ്കിൽ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇത്രയും റിസ്ക് എടുത്ത് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക, ഇതിനെ വിശ്വസിക്കുക, ടോവിനോയെ വിശ്വസിക്കുക, ഇത് ഇത്രയും സ്ക്രീൻസിൽ റിലീസ് ചെയ്യുക, 3D എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യാന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിനും അതിൻ്റെതായിട്ടുള്ള വിഷൻ അദ്ദേഹത്ത് എല്ലാവരും അലൈൻഡ് ആവുന്നതുകൊണ്ടാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സ് സുജിതായിട്ട് ഇതിൻ്റെ റൈറ്റർ അദ്ദേഹം ഇതിനോടൊപ്പം തന്നെ സഞ്ചരിച്ച 2017 സുജിതായിട്ട് ഞാൻ അവിടെ ഗോതയുടെ പ്രീ പ്രൊഡക്ഷൻ ക്ലാസ്സിൽ വെച്ച് കണ്ടത് ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് മുതൽ പിന്നെ നോക്കുമ്പോഴൊക്കെ സുജിതാട്ടൻ ചെയ്തിട്ട് ഈ പടത്തിന് വേണ്ടിയിട്ടാണ് 7-8 വർഷമായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുജിതാട്ടൻ വേറെ സിനിമയൊന്നും ചെയ്തിട്ടില്ല. ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു ജേർണി ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ആദ്യം മുതലേ. അപ്പോൾ അതും അദ്ദേഹത്തിനും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പിന്നെ ആക്ടേഴ്സ് ആയിട്ടുള്ള സഞ്ജു, നമ്മുടെ വിശ്വജിത്ത്, സുരഭി, പിന്നെ ഇവിടെ ഇല്ലാത്ത മറ്റേ ആക്ടേഴ്സ് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട്
കംപ്ലീറ്റ് ത്രൂ ഔട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഞാനും ഇതിൻ്റെ അതൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഷൂട്ടിംഗ് ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. ഞാൻ പറയുന്ന ഷൂട്ടിൻ്റെ ഇടയിൽ ന്യൂമോണിയ വന്നു, ആശുപത്രി 2 ആഴ്ച അഡ്മിറ്റായി, കിടപ്പിലൊക്കെ ആയി. അത്രയും കഷ്ടപ്പാടായിരുന്നു ആ ഷൂട്ടിങ്. ഒന്നാലും എങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കണം. കുട്ടി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടി ഉണ്ടാവണതിന് തൊട്ട് മുമ്പ് അതിൻ്റെ ഷൂട്ടുകളായിരുന്നു. അതിന് ന്യൂമോണിയ എടുത്തൊന്നുമില്ല. തിരിഞ്ഞില്ലാത്തൊക്കെ വെച്ചെടുക്കുന്നു. കുട്ടിയുടെ ഷൂട്ടാണ്. അതുണ്ടായിരുന്നു. കാരണം നമ്മൾ ഡിസംബർ ജാനുവരിയിലൊക്കെ ആയിരുന്നു ഷൂട്ട് തുടങ്ങുന്നത്. ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ്. അപ്പോൾ എനിക്ക് ടെൻഷൻ ആയി. ഇപ്പോൾ നേരത്തെ എങ്ങാനും വന്നാൽ ഞാൻ വീട്ടിലില്ലെങ്കിൽ ആ ടെൻഷൻ ഉണ്ട്. ഒരു അച്ഛൻ്റെ രോഗം. അപ്പോൾ അതിൻ്റെ പ്രഷറും കൂടെ ഉണ്ടായിരുന്നു എനിക്കപ്പോൾ. ഇത് തീർത്തിട്ട് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പറയുന്ന പോലെ രാത്രി പകലില്ലാത്ത ഷൂട്ടും ഈ ഒരു പ്രത്യേക ലൊക്കേഷൻ പോകുന്നത് അല്ലേ. എൻ്റെ ബുദ്ധിമുട്ട് ഇത്രയൊന്നും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര സക്സസ്ഫുൾ ജേർണിയാണ് സോ ഫാർ ഈ സിനിമ. കഷ്ടപ്പാടുകളിൽ കൂടെയൊക്കെ ആണെങ്കിലും അത്രയും ബുദ്ധിമുട്ട് കൂടുന്നവർ സിനിമയുടെ ഉയരം കൂടുന്നവരും രുചി കൂടുമെന്ന് അറിയില്ലേ. അതുപോലെ കഷ്ടപ്പാട് കൂടുന്നവരും സിനിമയുടെ വിജയം മധുരകരമായിരിക്കും എന്നുള്ളതാണ് സിനിമയുടെ ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആവട്ടെ, അതുപോലെ തന്നെ ആവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും പേരുടെ എല്ലാവരുടെയും എഫേർട്ട് നാളെ പേ ഓഫ് ചെയ്യും. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. 3Dയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. ഒരു കേരളത്തിൻ്റെ ഒരു നാട്ടുപുറം, ഒരു വില്ലേജ് സെറ്റിങ്ങിൽ ഒരു അഡ്വഞ്ചർ സിനിമ. അതിൻ്റെ അകത്ത് പല കാലഘട്ടങ്ങളായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ, വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഉണ്ട് ആ സിനിമയിൽ. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. ഒരു 5 വയസ്സ് മുതൽ പറയാം ഏറ്റവും പ്രായമുള്ള ഒരാൾക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു.